Hello guys, welcome back to Flying Frigate. It's me Kiran. It's me Reshma. So നമ്മളിപ്പോൾ ഉള്ളത് കിങ്സ്മാനിലാണ്. കിങ്സ്മാൻ എന്ന് പറയുമ്പോൾ ഇത് ട്രിബോന്റെ ടൈം സ്ക്വയറിന്റെ ഒരു പാർട്ടാണ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ബുഫറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ലഞ്ചും ബുഫറ്റിനും ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. സോ ഇത് വരുന്നത് നമ്മുടെ ജഡ്ജ് ജംഗ്ഷൻ, അതാണ് ജഡ്ജ് അവന്യൂ അല്ലേ? ജഡ്ജ് അവന്യൂ. എന്തോ ഇതാണ് ഇതിന്റെ തൊട്ടടുത്ത് നമ്മുടെ SRV ഹോട്ടൽ, SRV സ്കൂള് അതിന്റെയൊക്കെ അടുത്തായിട്ട് വരും. സോ ലൊക്കേഷൻ വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. സോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു നമ്മൾ കഴിച്ചത്. ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മളിപ്പോൾ ഉള്ളത് ട്രീബോ ടൈം സ്ക്വയർ എന്നുള്ള ഹോട്ടലിൻ്റെ അവിടെയാണ്. ആക്ച്വലി ഞാൻ നേരത്തെ കിങ്സ്മെൻസ് എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്നാണ് പറഞ്ഞത്, ബട്ട് കിങ്സ്മെൻ അല്ല, കിങ്സ് പാർക്സ് ആണ്. അസൻസിൻ്റെ കിങ്സ് പാർക്ക് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ബുഫേ കഴിക്കാൻ പറ്റുന്നത്. ഇവിടെ 400 അണ്ടറിലാണ് നമ്മൾ കഴിച്ചത്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബുഫേ ആണ് നമ്മൾ കഴിക്കാനായിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ബട്ട് 400 ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. ബട്ട് നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് തന്നത് കേട്ടോ ആക്ച്വലി. സോ നമ്മളിവിടെ വന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മളാണ് ഇവിടെ വന്നത്. ആക്ച്വലി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായില്ല. ബട്ട് നമുക്ക് ഫുള്ളും ഒന്ന് ആംബിയൻസ് എല്ലാം ആസ്വദിക്കാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നേരത്തെ വന്നത്. സോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ സാധിച്ചു. നമ്മൾ ഇൻറ്റീരിയേഴ്സ് എല്ലാം അടിപൊളി ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. നല്ല കളർ കോമ്പിനേഷൻസൊക്കെ കിടുവായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ക്രൗഡഡ് ആണ്, ബട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ കാണുന്നതാണ് ബുഫേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 3 നോൺ വെജ് ഡിഷാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുന്നത്. സോ അത് എല്ലാ രീതിയിലും നല്ല കിടുവായിരുന്നു, നല്ല ഫുഡുകളെല്ലാം. ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടെയാണ്. കാരണം നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഫുഡാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റിയും, ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. കൂടാതെ നമുക്ക് ബിരിയാണി, അടിപൊളി ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി നല്ല സ്പെഷ്യൽ ടേസ്റ്റിയുള്ള ബിരിയാണിയായിരുന്നു നമുക്ക് കിട്ടിയത്. സോ നമുക്ക് സലാഡ്സ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിരുന്നു. നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിമിച്ചി, മാംഗോ സലാഡ്സ്, വെജ് കളോസ്, ഫ്രൂട്ട് ചാറ്റ്സ്, പല രീതിയിലുള്ള സലാഡ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സീറ്റാണ് നമ്മൾ ആദ്യം റിസർവ് ചെയ്തത്. ബട്ട് ആക്ച്വലി നമുക്ക് സ്പേസ് അധികം നമുക്ക് വേണ്ടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ പിന്നീട് സീറ്റ് ചേഞ്ച് ചെയ്യാൻ ഉള്ളതാണ്. സോ നമ്മളിപ്പോൾ ഉള്ളിലത്തെ ആംബിയൻസോടുകൂടി ഒന്നും കൂടെ കാണിക്കുകയാണ്. നല്ല അറേഞ്ച്ഡ് ആയിട്ടുള്ള കപ്സും ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി വലിയൊരു റെസ്റ്റോറൻ്റ് എന്നല്ല, ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഇത് വരുന്നത്. ഈ ബുഫേ ആക്ച്വലി നമ്മളിപ്പോൾ കൊച്ചിയിലുള്ളതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബുഫേ എനിക്ക് ഇവിടെയാണ് കിട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ നമുക്ക് നല്ല റേറ്റ് കുറവായിരുന്നു. സോ നമ്മളിവിടെ വേറെ സീറ്റ് മാറിയായിരുന്നു. സോ അപ്പം നമുക്ക് അതിന് ഒരു വെൽക്കം ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് തന്നു. വെൽക്കം ഡ്രിങ്ക്സ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല ഒരു വെൽക്കം ഡ്രിങ്ക്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ ഞാൻ അത് തന്നെ സൂപ്പിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോയി ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് സൂപ്പ് കഴിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി വെജ് സൂപ്പുണ്ട്, ചിക്കൻ സൂപ്പുണ്ട്. സോ ചിക്കൻ സൂപ്പാണ് ഞാൻ മെയിനായിട്ട് എടുക്കുള്ളൂ. അറിയാമല്ലോ, ഞാൻ നോൺ വെജിൻ്റെ ആളാണ്, വെജിൻ്റെ ആളല്ല. സോ ചിക്കൻ സൂപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ സൂപ്പ് എടുത്തു. നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ എല്ലാം നമുക്ക് ഉണ്ട്. ആക്ച്വലി സൂപ്പിൻ്റെ കാര്യം പറയാനപ്പോഴാണ് ഞാൻ ഓർത്തത്. അതിൽ സാധാരണ ഞാൻ ചിക്കൻ സൂപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ചിക്കൻസ് ഒന്നും അധികം കാണാറില്ല. ബട്ട് ഇവിടെ നല്ല പീസ് ചിക്കൻസ് ഒക്കെയാണ് നമുക്ക് സൂപ്പിൻ്റെ അകത്ത് ഉള്ളത്. സോ അത് കാരണം ക്വാണ്ടിറ്റി വൈസ് കിടുവായിരുന്നു. നല്ല ക്വാണ്ടിറ്റി വൈസ് പ്ലസ് ടേസ്റ്റും നല്ലതായിരുന്നു. പിന്നീട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് സലാഡ്സ് ആണ്. ഞാൻ മിക്ക സലാഡ്സും ഞാൻ എടുത്തായിരുന്നു. കൂടുതലും ബീഫ് വിത്ത് വെജിറ്റബിൾ സലാഡ്സ് ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. പിന്നെ കിമിച്ചി അതൊന്ന് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഒരു
മാംഗോ സലാഡ് ഉണ്ടായിരുന്നു. മാംഗോ സലാഡ് പുളിയായിരുന്നു, ബട്ട് നല്ലൊരു കോമ്പിനേഷനിൽ നല്ല ഇതിലാണ് അവർ ചെയ്തത്. പിന്നെ നോർമൽ വെജ് കട്ട്സ്, വെജ് സലാഡ് അത് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാർട്ടറായിട്ട് ഞാൻ ആക്ച്വലി ആദ്യം എടുത്തത്. സോ ഇത് കണ്ടോ, വെജ് ചിക്കൻ അല്ല, ബീഫ് സലാഡ് അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ ഇവിടെ എന്താ ഡെസേർട്സ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പായസം ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഹൽവ ഉണ്ടായിരുന്നു, കാരമൽ പുഡിങ്, അങ്ങനെ പലതരം ഡെസേർട്സും നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ ഒരാൾ സാലഡ്സ് ഒന്നും എടുക്കാതെ നേരെ മെയിൻ കോഴ്സിലേക്ക് തന്നെയാണ് പോയത്. സോ ഫിഷും ചിക്കനും ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ റൊട്ടീസ് ഉണ്ടായിരുന്നു. റൊട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ റൊട്ടീസ് ആണ്, അതും മലബാർ സ്റ്റൈലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്പത്തൽ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ പത്തിരി ഇതൊക്കെയാണ് കൂടുതലും നമുക്ക് ഉണ്ടായിരുന്ന ബ്രെഡ്സ് വരുന്നത്. നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു. നെയ്പത്തിൽ കിടുമായിരുന്നു, എനിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു നെയ്പത്തിൽ വരുന്നത്. സോ അതൊക്കെ ആണ് മെയിൻ ആയിട്ടുള്ള ഫുഡുകൾ വരുന്നത്. പിന്നെ എന്താണ്, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ അല്ല, ഫിഷ് കറിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ് പിന്നെ മോൾട്ടൻ അധികം എടുക്കില്ല, അത് കാരണം മെയിനായിട്ട് ഇത് രണ്ടുമാണ് കൂടുതലും ഫോക്കസ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ പത്തിരി അല്ല, ഇത് ഭട്ടൂരയാണ്. ഭട്ടൂരയും കൂടെ കൂടിയിട്ടാണ് കോമ്പിനേഷനിൽ കഴിച്ചത് ആള്. സോ ഞാൻ എല്ലാ സലാഡ്സും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു, നല്ല റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. സോ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ നോക്കണമെങ്കിൽ ബെസ്റ്റ് ആയിട്ട് ഉള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടീസ് നടത്താനായിട്ടും നല്ലൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോകാൻ. സോ കിമിച്ചി ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. സോ കുഴപ്പമില്ല, എനിക്കത്രയും താല്പര്യം ഇല്ല കിമിച്ചി. നമുക്ക് നോർമലി കഴിച്ച് വേറെ കഴിച്ചില്ലായിരുന്നു. പിന്നെ നെയ്പത്തിലാണ് ആള് ട്രൈ ചെയ്യുന്നത്, കിടുവായിരുന്നാണ് ആള് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ചിക്കൻ നല്ലൊരു പെരട്ടായിരുന്നു. ചിക്കൻ ആക്ച്വലി നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ ആയിരുന്നു, കിടുവായിരുന്നു. എനിക്ക് ആണ് മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ സൈഡ് മെനുവിൽ. സോ അതും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ആൾക്ക് ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളാണ് ഫസ്റ്റ് ആള്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ അത് കാരണം നെയ്പത്തലും ബീഫ് സ്റ്റൂ ആണ് ഞാൻ ട്രൈ ചെയ്തത്. അത് രണ്ടും കോമ്പിനേഷൻ അല്ലായിരുന്നു, ബട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. സോ അതുപോലെ ഞാനും എടുത്തായിരുന്നു ചിക്കൻ പെരട്ട് പ്ലസ് ചിക്കൻ 65 ആണ്, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ ഇതൊക്കെയായിരുന്നു ഞാനെടുത്ത മെയിൻ കോഴ്സ് വരുന്നത്. പിന്നെ അടുത്ത പോയത് പത്തിരിയും ഫിഷ് കറിയും പിന്നെ ചിക്കനും. നേരത്തെ ചിക്കൻ ഒന്നും കൂടെ ട്രൈ ചെയ്യായിരുന്നു. സോ അതൊക്കെയാണ് അടുത്തത് പോയി എടുത്തത്. സോ അതും നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കൊണ്ടിത് തേങ്ങാപ്പത്തിരിയാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ടേസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് മനസ്സിലാവണില്ല, കാരണം ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്. ഫിഷ് കറിയും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാടൻ ഫിഷ് കറിയാണ്, തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ച ഒരു ഫിഷ് കറിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണി നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലായിടത്തും അൺലിമിറ്റഡ് കൊടുക്കുന്നുണ്ട് റൈസ്, അൺലിമിറ്റഡ് റൈസ്. ബട്ട് ഇവിടെ 400 അണ്ടറിൽ തന്നെ
നമുക്ക് അൺലിമിറ്റഡ് ബിരിയാണി തന്നെ കഴിക്കാം. അത്രക്കും നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് വെച്ചേക്കുന്നത്. സോ ബട്ട് ഞങ്ങളത്രയും കഴിക്കുന്ന ആൾക്കാരല്ലാത്ത കാരണം ഞങ്ങളധികം കഴിച്ചില്ല. ബട്ട് കഴിക്കുന്നവർക്ക് കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റിയാണ്, നല്ല ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ കൂടെ സലാഡ്സും പിന്നെ എന്താണ് പിക്കിള്, പപ്പടം, ഇതൊക്കെയാണ് നമുക്ക് ബിരിയാണിയുടെ കോമ്പിനേഷനിൽ നമുക്ക് വരുന്നത്. ബിരിയാണി ആക്ച്വലി ദമ്മായിരുന്നു. സോ ഇത് രണ്ടും കൂടെ ഒരു ദം ചെയ്തിട്ടാണ് ബിരിയാണി വെച്ചത്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സലാഡ് കൂടി കഴിക്കാനായിട്ട് കിടുവായിരുന്നു. ബിരിയാണിയും സലാഡും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല രസം. പിന്നെ അച്ചാർ ഇത്തിരി പുളി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ല ഇതിന് പറ്റിയതാണ്. കാരണം മട്ടിക്ക് വേണ്ട എന്നുള്ള ഇതിൽ നല്ല ആ പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് നക്കിയാൽ മതി, നാരങ്ങ നക്കിയാൽ മതി. സോ അതിന്റെ പീസും ആക്ച്വലി ബിരിയാണിയോട് ചേർന്നിരിക്കുന്ന ഒരു ഗ്രേവി ആയിരുന്നു നമുക്ക് വരുന്നത്. പിന്നെ അടുത്ത ആംബിയൻസ് എന്ന് പറയുന്നത് ഇതിന്റെ വാഷ്റൂമാണ്. ഒരു കിടു വാഷ്റൂമാണ് കേട്ടോ. ഐ മീൻ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലം, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പായസം നമ്മൾ ട്രൈ ചെയ്യണം, കാരണം അത് നമ്മൾ ലാസ്റ്റാണ്, ഡെസേർട്ടാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ പായസം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ ഹൽവ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് കേട്ടോ. ഞാനിപ്പോ ആക്ച്വലി 5 റേറ്റിംഗ് ഇടണമെങ്കിൽ ഒരു 4.5 ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ഇടും. കാരണം ഫുഡ് അടിപൊളി കിഡ് ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവരും റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. സോ ഇതാണ് ബീട്രൂട്ട് ഹൽവ. ബീട്രൂട്ട് ഹൽവ ആക്ച്വലി എനിക്ക് ബീട്രൂട്ട് അങ്ങനെ താല്പര്യമില്ലാത്ത ആളാണ്, ബട്ട് ഹൽവ കിടുവായിരുന്നു, ഒരു രക്ഷയില്ല. ബീട്രൂട്ടാണെന്ന് പറയില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ബീട്രൂട്ട് ഹൽവ. സോ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് വന്നേക്കുന്നത്. ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യണ ഒരു റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ ബുഫേ കഴിക്കാൻ വേണ്ടി. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.